ഓം നമോ നാരായണായ. ശ്രീരാഘവനും സീതാദേവിയും ശ്രീലക്ഷ്മണനും മഹർഷിയായ കുംഭജന്മാവിനെ ഭക്ത്യാ ദണ്ഡനമസ്കാരം ചെയ്തു. മഹർഷി ഭക്തി കൊണ്ടുള്ള കണ്ണുനീരോടും കൂടി ശ്രീരാമനെയും ശ്രീലക്ഷ്മണനെയും ഗാഠമായി ആശ്ലേഷിച്ചു. അർഘ്യപാദ്യങ്ങൾ, മധുപർക്കം മുതലായ ഉപചാരങ്ങൾ കൈക്കൊണ്ടു പീഠത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന വിശ്വേശ്വരനായ ശ്രീരാമനോട് ധന്യനായ തപോധനൻ ഏകാന്തത്തിൽ പറഞ്ഞു: ഘോരനായ രാവണനെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുമെന്ന് അങ്ങ് ബ്രഹ്മാവിനോടും ദേവകളോടും അരുളി ചെയ്തതനുസരിച്ച് അങ്ങ് ഭൂമിയിൽ അവതരിച്ചു. തിരുവുടൽ കാണുന്നതിനു വേണ്ടി ഞാൻ ഇവിടെ വന്നു ധ്യാനിച്ചു താമസിക്കുകയാണ്. തുടർന്ന് ജഗദീശ്വരനെയും അവതാരത്തെയും സംബന്ധിക്കുന്ന തത്വങ്ങളാണ് അഗസ്ത്യ മഹർഷി പറയുന്നത്. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമാസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദിശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമഹത ജാതസ്രവ നത്രകീലാകുല നായതാപസ വരൻ ഏകനാകരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കര പങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വശം രാമം. പാദ്യാർഘ്യാസന മധുപർക്കമുഖ്യങ്ങളും ആപാദ്യ സംഭുജസുഖമായി ഉപവിഷ്ടം നാദം വന്യഭോജങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനൻ ഏകാന്തി ചൊല്ലിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നതു നൂനം ദേവകളോടും കമലാസനോടും ഭവാൻ തീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാനിധേ. ഞാനന്നു തുടങ്ങി വന്നിവിടെ വണിടിനൻ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടു കൊള്ളുവാൻ. താപസജനത്തോടും
ശിഷ്യസംഗാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ.